നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്ലാമ ഇക്ബാൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്തു. പക്ഷേ ലാൻഡ് ചെയ്തത് ഒരു ടയർ ഇല്ലാതെ. അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. കറാച്ചിയിൽ നിന്ന് പുറപ്പെട്ട PK-306 വിമാനമാണ് ലാഹോറിൽ ഒരു ടയർ ഇല്ലാതെ ലാൻഡ് ചെയ്തത്. സംഭവത്തിൽ PIA അന്വേഷണം തുടങ്ങി. 6 പിൻചക്രങ്ങളാണ് വിമാനത്തിനുള്ളത്. അതിൽ ഒരു ചക്രം കാണാതെയായി. അതായത് അതില്ലാതെയാണ് ലാൻഡ് ചെയ്തത് എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. എന്നാലും വിമാനം സുഗമമായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് ഒരു പിൻചക്രം ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതും കണ്ടെത്തിയതും. കറാച്ചിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ വിമാനത്തിൽ എല്ലാ ചക്രങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കറാച്ചി വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ ടയർ നഷ്ടപ്പെട്ടതായിരിക്കാം എന്നാണ് അധികൃതർ ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. യാത്രക്കാർക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. എല്ലാവരും സുരക്ഷിതരാണ് എന്ന ആശ്വാസകരമായ വാർത്തയും വിവരവും വിമാന കമ്പനികളും അറിയിച്ചതും വളരെ ആശ്വാസകരമായി മാറി. അതേസമയം വിമാനത്തിലുണ്ടായ മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. ലണ്ടനിലെ ഗാറ്റ്വിക്കിൽ നിന്നും ഈജിപ്തിലേക്ക് പറന്ന വിമാനം ഒരു യാത്രക്കാരി മദ്യപിച്ച് ബഹളമുണ്ടാക്കി. അതിനെ തുടർന്ന് വഴിതിരിച്ചു വിട്ടു. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഗാറ്റ്വിക്കിൽ നിന്നും നിറയെ യാത്രക്കാരുമായി ചെങ്കടൽ റിസോർട്ടായ ഹർഗഡയിലേക്കാണ് ഈ വിസ് എയർ വിമാനം പറന്നത്. യാത്രക്കാരി ഈ വിമാനത്തിൽ കിടന്ന് ബഹളം വയ്ക്കുകയായിരുന്നു. യാത്രയ്ക്ക് ഏകദേശം 2.5 മണിക്കൂർ അധിക സമയമെടുക്കുന്ന രീതിയിൽ വിമാനം ഏതൻസിലേക്ക് തിരിച്ചുവിട്ടു. ഈ യാത്രക്കാരി മദ്യപിച്ച് ക്യാബിൻ ജീവനക്കാരോട് വളരെ വലിയ രീതിയിൽ മോശമായി പെരുമാറുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് വിമാനത്തിലെ മറ്റ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. വലിയ ബഹളമായിരുന്നു ഇവർ വിമാനത്തിനുള്ളിൽ കാട്ടിക്കൂട്ടിയത്. തൻ്റെ പുറകിലായിരുന്നു ആ വനിത ഇരുന്നിരുന്നത്. പക്ഷേ പിന്നീട് സീറ്റ് മാറിയിരുന്നെങ്കിലും അവർക്ക് തൃപ്തിയായില്ല എന്ന് തോന്നി. പിന്നീട് ജീവനക്കാരോട് അവർ ദേഷ്യപ്പെടാനും അതുപോലെ തന്നെ വഴക്കുണ്ടാക്കാനും തുടങ്ങി. ജീവനക്കാർ യാത്രക്കാരിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ ക്യാപ്റ്റൻ വന്നു. സ്ത്രീ 2 മിനിറ്റിനുള്ളിൽ സീറ്റിലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുമെന്ന് പറഞ്ഞു. വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ വിമാനത്തിൽ പ്രവേശിച്ച പോലീസുകാർ യാത്രക്കാരിയെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇത്തരത്തിൽ വിമാനത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ പലപ്പോഴും വാർത്തയാകും. പ്രത്യേകിച്ച് യാത്രക്കാരുടെ മോശം പെരുമാറ്റം, ഈ പുറപ്പെടാനിരുന്ന വിമാനം വൈകുന്നത്, അതുപോലെ തന്നെ വിമാനം പല അപകടങ്ങളിൽ പെടുന്നത്, ഇത്തരത്തിൽ എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വിമാനത്തിലുണ്ടായ മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. അത് ഈ ഇടയ്ക്കുണ്ടായതാണ്. അതായത് വിമാനത്തിൽ പ്രസവ വേദന അനുഭവപ്പെട്ട യുവതിക്ക് കൈത്താങ്ങായി ഫ്ലൈറ്റ് അറ്റൻഡറും മറ്റ് ജീവനക്കാരും രംഗത്ത് വന്ന സംഭവം. ഒടുവിൽ വിമാനത്തിൽ വെച്ച് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പ്രസവ സമയത്ത് യുവതിയെ സഹായിച്ച് കൂടെ നിന്ന വിമാനത്തിലെ ജീവനക്കാരെ എയർലൈൻസ് പിന്നീട് പ്രശംസിക്കുകയും ചെയ്തു. സെനഗലിലെ ഡാക്കറിൽ നിന്ന് പുറപ്പെട്ട ബ്രസൽസ് എയർലൈൻസ് വിമാനത്തിലായിരുന്നു യുവതി കുഞ്ഞിന് ജന്മം നൽകിയത്. വിമാനം പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ യുവതിക്ക് പ്രസവ വേദന വന്നു. ഉടനെ തന്നെ അവർ വിമാനത്തിലെ ജീവനക്കാരെ വിവരം അറിയിച്ചു. യുവതിയെ പരിചരിച്ചു, സഹായിച്ചു. ബാക്കി കൂടെ നിന്ന ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശംസയൊക്കെ ഏറ്റുവാങ്ങി അവർ. വിമാനം പറന്നുയരുന്നതിന് തൊട്ട് പിന്നാലെയാണ് യുവതി ജീവനക്കാരോട് തനിക്ക് കഠിനമായ വേദന വരുന്നു എന്ന് പറഞ്ഞത്. ഉടനെ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടറും ഫ്ലൈറ്റ് അറ്റൻഡറായ ജെന്നിഫറും യുവതിയുടെ സഹായത്തിനെത്തി. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ തന്നെ ആ യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സങ്കടമൊക്കെ എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ആ അമ്മയ്ക്കും സന്തോഷമായി. എന്തായാലും വിമാനത്തിലെ യാത്രയ്ക്കിടെ ഇത്തരത്തിൽ എത്രയോ ധന്യ മുഹൂർത്തങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും വിമാനത്തിലുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ കുട്ടി ആരോഗ്യവതിയാണ് എന്ന് പറയുകയും ചെയ്തു. ഫാൻഡ എന്ന് കുഞ്ഞിന് പേരിട്ടു. കുഞ്ഞുമായി ഫ്ലൈറ്റ് അറ്റൻഡറായ ജെന്നിഫർ ഇരിക്കുന്ന ഒരു ചിത്രം അടക്കം ബ്രസൽസ് എയർലൈൻസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. തികച്ചും മാജിക്കലായ ഒരു അനുഭവം എന്നൊക്കെയാണ് ഈ ഒരു അനുഭവത്തെക്കുറിച്ച് ഈ ഒരു ജെന്നിഫർ, അതായത് ഫ്ലൈറ്റ് ജീവനക്കാരി പറയുന്നത്. ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എല്ലാത്തിലും പരിശീലനം നേടിയിട്ടുണ്ടാകും. അത്തരത്തിലാണ് ജെന്നിഫറും അവിടെ പ്രവർത്തിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് സുവർണ്ണ നിമിഷങ്ങളൊക്കെ വിമാനയാത്രയ്ക്കിടെ ഉണ്ടാകാറുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. മാത്രമല്ല വിമാനത്തിൽ ഇത്തരത്തിൽ നല്ല വാർത്തകൾ ഉണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ അടിയന്തരമായി
ക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ വിമാനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ കൂടി നമുക്ക് നോക്കാം. അടിയന്തരമായി നിലത്തിറക്കിയ അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്നും 27 പേർ ഓടി രക്ഷപ്പെട്ടു. സ്പെയിനിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മൊറോക്കയിൽ നിന്ന് ഇസ്താംബൂളിലേക്ക് പോകുന്ന വിമാനമാണ് അടിയന്തര സാഹചര്യത്തിൽ സ്പെയിനിലെ ബാർസിലോണയിൽ ഇറക്കിയത്. വിമാനത്തിലെ ഗർഭിണിയായ ഒരു യാത്രക്കാരി പ്രസവ വേദന വരുന്നുവെന്ന് പറഞ്ഞു. ഇതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി താഴെ ഇറക്കി. സ്ത്രീയെ വിമാനത്തിന് പുറത്തേക്ക് എത്തിക്കുന്നതിനിടയിൽ 27 യാത്രക്കാർ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇവരിൽ 13 പേരെ വിമാനത്താവള സുരക്ഷാ ജീവനക്കാർ പിടിച്ചു. 14 പേരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാറ്റലോണിയ മേഖലയിലെ സർക്കാർ അറിയിപ്പ് പ്രകാരം പെഗാസസ് വിമാനത്തിലെ 14 യാത്രക്കാരാണ് അനധികൃതമായി രാജ്യത്തേക്ക് ഇത്തരത്തിൽ ഓടിക്കടന്നത്. വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിച്ച യുവതിക്കെതിരെയും സ്പെയിൻ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു.